തെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെല്ലാം ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും പ്രചരണം കൊഴുക്കുകയാണ്. ഞാൻ വീണ്ടും വോട്ടർമാരിലേക്ക് പോകുന്നു. ചോദിക്കാം. എനിക്ക് UDFിൻ്റെ പ്രതിനിധി പ്രവീണിനോടാണ് ചോദിക്കാനുള്ളത്. പ്രവീൺ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനം എന്താണെന്ന് താങ്കൾ ചോദിച്ച സമയത്ത് പ്രവീൺ പറഞ്ഞു, പോസ്റ്റ് ഓഫീസിൻ്റെ വികസനം, റെയിൽവേ ലൈനുകളുടെ വികസനം, അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റോപ്പുകളുടെ വികസനം, ECHS, അതുകൊണ്ട് തന്നെ മിലിറ്ററി ക്യാൻറ്റീൻ. അതിൽ മിലിറ്ററി ക്യാൻറ്റീനും ECHSഉം ഇവിടുത്തെ എക്സ് സർവീസ് സംഘടനകളുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. MPയുടെ ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, 15 വർഷക്കാലം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് നേരിട്ട് നടപ്പിലാക്കിയിട്ട് ഒരു പദ്ധതി ഈ നിങ്ങൾ ചെങ്ങന്നൂരിൽ പോട്ടെ, മാവേലിക്കര വേണം, നിങ്ങൾക്ക് ചെങ്ങന്നൂര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി, ഹൈമാക്സ് ആയിട്ട് പോട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് ചെങ്ങന്നൂര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ, 10 വർഷക്കാലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ കൊടുക്കുന്ന സുരേഷ്, ഏതെങ്കിലും ഒരു പദ്ധതി മറുപടി. കേന്ദ്ര ഗവൺമെന്റ് മുഖേന അല്ലാതെ MPമാർ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് MPമാർ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്? പാർലമെന്റിലെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ MP കേന്ദ്ര ഗവൺമെന്റ് മുഖേന അല്ലാതെ എങ്ങനെയാണ് ഇവിടെ വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നത്? ഇവിടെ സാധാരണ മറുപടി കേൾക്കാൻ ഞങ്ങൾ സാധാരണക്കാരന്റെ ടാക്സ് ഊറ്റി, ഞാൻ സൂചിപ്പിച്ചതുപോലെ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ പൈസ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത് ഞങ്ങൾ എല്ലാവരും അടയ്ക്കുന്നത്. മുഴുവൻ ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ടാക്സ് എന്റെ ചോദ്യം സിമ്പിളാണ്. കൊടിക്കുന്നിൽ സുരേഷ് 15 വർഷക്കാലം നേരിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി ചെങ്ങന്നൂരിൽ പറഞ്ഞാൽ മതി. അല്ലാതെ മോദി സർക്കാർ അല്ല പ്രവീൺ, അതേ ഉദ്ദേശിച്ചത് അതേ ഉദ്ദേശം എന്താണെന്നറിയോ? ഒരു പെറ്റ് പദ്ധതി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു അഭിമാനിക്കാൻ വകയുള്ള ഒരു പദ്ധതി. പോസ്റ്റ് ഓഫീസുകൾ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് MP ആണ് ITBP പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ITBP നിർമ്മിക്കണമെന്ന്. ഇവിടെ പട്ടാളക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവരോട് ചോദിക്കും, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് ITBP ഒക്കെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നയപരമായ തീരുമാനമാണ്. അതിനകത്തൊന്നും MPക്ക് ഒരു പങ്കില്ല. അത്തരത്തിലുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളുമായി കടന്നു വന്നാണ്. അല്ല, അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, അദ്ദേഹം ചോദിച്ചു, അല്ല ഒരു കാര്യത്തിൽ ചോദ്യം, ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞത് BJP-കാരന്റെ വീട്ടിലെ പൈസയാണെന്ന്. നരേന്ദ്രമോദി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയുടെ കുടുംബത്തിലെ പൈസ കൊണ്ട് ഭാരതത്തെ വികസിപ്പിച്ചെന്ന്. നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സെസ്സും അവരിൽ നിന്ന് വാങ്ങുന്ന നികുതിയുമാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത്. കോൺഗ്രസിന്റെ കാലത്താണ് സംഭവിച്ചത്. സാധാരണക്കാരുടെ നികുതി കൊള്ളയടിച്ചവരല്ലേ കോൺഗ്രസുകാർ, അവരാണ് ഇവിടെ ന്യായം പറയുന്നത്. ഞാൻ ഈ MP-മാരുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. MP-മാരുടെ ഫണ്ട് വിനിയോഗം ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിലാദ്യമായി റേഷ്യോ കണക്കാക്കിയാണെങ്കിൽ, ഇപ്പോൾ 1947 48 എമൗണ്ടുമായിട്ട് ഇപ്പോൾ താരതമ്യം ചെയ്യും, ആ റേഷ്യോ കണക്കാക്കിയാണെങ്കിൽ MP-മാരുടെ ഫണ്ട് ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ച ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ് എന്നുള്ള കാര്യം കണക്കുകൾ സഹിതം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഏറ്റവും പാൻഡമിക്കായ സിറ്റുവേഷൻ ആയിരുന്നു കോവിഡ് കാലത്ത്. MP-മാർക്ക് എത്ര കോടി രൂപ കൊടുത്തു? അവർ അടിസ്ഥാനപരമായി ഈ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര കോടി രൂപ? 5 കോടി കൊടുത്തുകൊണ്ടിരുന്നത് വെട്ടിക്കുറച്ച് 2 കോടിയാക്കി. 3 കോടി രൂപ മാറ്റിയ ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് MP-മാരുടെ ഫണ്ടിനെ കുറിച്ച്
കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഫണ്ടിനെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർ കൂടി മൈക്ക് കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് കൂടി മൈക്ക് രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലോകം പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് കോവിഡ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജനപ്രതികളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പഞ്ചായത്തിന് ഫണ്ടില്ല. ഇവര് ശമ്പളം പിടിച്ച നേതാക്കന്മാരാണ്. ഈ രാജ്യത്തെ ജോലി ചെയ്ത കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തവന്റെ ശമ്പളം പിടിച്ച പാർട്ടിയാ പറയുന്നത്. എല്ലാം പിടിച്ച MLA ഫണ്ട് കുറച്ചു. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശമ്പളം പിടിച്ച കാര്യം പറഞ്ഞു. 20,000 കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ കോവിഡ് കാലത്ത് നടപ്പിലാക്കിയത്. പറയാൻ കഴിയുമോ? ബിജെപിക്ക് പറയാൻ കഴിയുമോ? എത്ര കോടി രൂപ മുടക്കിയെന്ന് പറയാൻ കഴിയുമോ? കണക്ക് പറ. 20,000 കോടി രൂപ ജീവനക്കാരുടെ സാലറി ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങി എന്ന് അനിൽ നമ്പ്യാർ യുഡിഎഫിന്റെ 2001 52/2002 ഒരു സർക്കുലർ ഉണ്ട്. 56/2002 അന്ന് എത്ര ശമ്പളം മുടങ്ങിയായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ്. ശ്രീ ഗോപൻ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 2,13,000 PSC നിയമനങ്ങൾ കേരളത്തിൽ നടത്തി. അത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സർവകാല റെക്കോർഡാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം 10 ലക്ഷം നിയമനങ്ങൾ ഒരു 2 മിനിറ്റ് തന്നാൽ ഞാൻ പറയാം. റാങ്ക് ലിസ്റ്റുകാർ സമരം ചെയ്യാറുണ്ട്. എല്ലാ കാലത്തും സമരം ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ പറഞ്ഞ 2,13,000 PSC നിയമനങ്ങൾ ഗുജറാത്തിൽ 1102 PSC നിയമനങ്ങളാണ് BJP സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആരും ഇടയ്ക്ക് ഗുജറാത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല. PSCയെ നോക്കുകുത്തിയാക്കിയിട്ട് എത്ര നിയമനങ്ങൾ ഗവൺമെന്റ്. ഞാനൊരു കാര്യം ചോദിക്കാം. റെയിൽവേ നിങ്ങൾ പറഞ്ഞല്ലോ 3.5 ലക്ഷം ഒഴിവ് കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. 12.5 ലക്ഷം ഒഴിവ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കിടക്കുന്നുണ്ട്. എത്ര എണ്ണം നികത്തിയിട്ടുണ്ട്? എത്ര കരാർ നിയമനം നടത്തിയിട്ടുണ്ട്? തൊഴിൽ കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. ഒരു വർഷം അടുത്ത ചോദ്യം. അതെ, ജനടിവിയിൽ നിന്ന് പ്രത്യക്ഷമായിട്ടൊരു നീതീകരണം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഒരു ഭൂരിപക്ഷ സമയവും BJP പ്രതിനിധിക്ക് മാത്രം അവസരം കൊടുക്കുന്നത്. എത്ര പേര് ചർച്ച ചെയ്തു? 2 പേര് സംസാരിച്ചതും BJP പ്രതിനിധികളാ. 2 പേർക്ക് അവസരം കൊടുത്ത് BJP പ്രതിനിധികളാ. ചോദ്യത്തിലേക്ക് വരാം. പിന്നെ 8, 10, 12% വോട്ട് മാത്രം മേടിക്കുന്ന BJPയോട് ഇവിടെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല. അതവിടെ നിന്നോട്ടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, യൂത്ത് കോൺഗ്രസ് കടലാസിലാണെന്ന് പറഞ്ഞ MP വേണ്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന് ചർച്ച ചെയ്യുന്നതോട് ഓർക്കണം. അതോടെ നിന്നോട്ടെ. ഇവിടെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. അപ്പോ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 36 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുള്ള പ്രദേശമാണ്. റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ പ്രദേശമുള്ള മേഖലയാണ് ചെറിയനാട്. ഈ ചെറിയനാട് വികസനം കൊണ്ടുവന്നു പറഞ്ഞു. ആദ്യത്തെ 5 വർഷം കൊടുക്കുന്ന സുരേഷ് MP ഫ്ലെക്സ് വെച്ചത് റെയിൽ നീർ പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറെ ഫ്ലെക്സ് വെച്ചു. എവിടെയാ പദ്ധതി? അതിനുശേഷം ഫ്രൂട്ട്സ് സ്റ്റോറേജ് സിസ്റ്റം എന്നും പറഞ്ഞ് അടുത്ത 5 വർഷം ഫ്ലെക്സ് വെച്ചു. എവിടെയാ പദ്ധതി? ഹൃദ്രോഗ വൈദഗ്ധ്യം പുലർത്താൻ പോകുന്ന ഹോസ്പിറ്റൽ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത 5 വർഷം ഫ്ലെക്സ് വെച്ചു. എവിടെയാ പദ്ധതി? ഇതേപോലെ എടുത്തു കാണിക്കാനെന്ന ഒട്ടനവധി പദ്ധതിയുടെ ഫ്ലെക്സുകൾ മാത്രമാണ് ഈ മണ്ഡലത്തിലാകെ കാണാനുള്ളത്. അതിനുള്ളൊരു പരിഹാരമായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. LDFന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു ചോദിച്ച ചോദ്യം. ഇവിടെ മത്സരിക്കുന്ന അരുൺ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ 2 കർഷകർ ആത്മഹത്യ ചെയ്ത ജില്ലയാണ് ഈ ജില്ല.
BJP-യിൽ പ്രവർത്തിക്കുന്ന ഒരു BJP പ്രവർത്തകൻ തകഴിയിൽ ആത്മഹത്യ ചെയ്തു. രാജപ്പൻ എന്ന് പറയുന്ന കർഷകൻ വണ്ടാനത്ത് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ നടക്കുമ്പോൾ കേരളത്തിലെ കൃഷിമന്ത്രിയായിരുന്ന കൃഷി വകുപ്പ് മന്ത്രിയുടെ P. പ്രസാദ് എന്ന് പറയുന്ന കൃഷി വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ഈ പറയുന്ന അരുൺകുമാർ. പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അല്ലെന്നിരിക്കട്ടെ. പക്ഷേ ഈ CPI-യുടെ മന്ത്രിസഭ ഈ കൃഷി ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കുന്നത് ഞാൻ മറുപടി പറയാം. ചെറിയനാട്ടെ ഒരു കാര്യമാണ് ചോദിച്ചത്. ഞാൻ മറുപടി പറയാന്നേ. ഞാൻ പറയട്ടെ ചെറിയനാട്ടെ ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിലും മാവേലിക്കരയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ചെങ്ങന്നൂർ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിയാത്ത ഒരു CPI-യുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഡൽഹിയിലും ഞാൻ പറയട്ടെ എന്റെ സമയമല്ല ഞാൻ പറയട്ടെ. ചെറിയനാട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. ചെറിയനാട്ട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അറിയാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഡബിൾ ലൈൻ ആക്കാനും അതുപോലെ തന്നെ ഈ ചെങ്കോട്ട കൊല്ലം റെയിൽപാത ബ്രോഡ്ഗേജ് ആക്കി മാറ്റാനും എടുത്ത അദ്ദേഹത്തിന്റെ 91 കാലഘട്ടം മുതലെടുത്ത അദ്ദേഹത്തിന്റെ നിരന്തരമായ എഫേർട്ടാണ് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ട്രെയിനുകൾ വിടാനുള്ള ദീർഘദൂര സർവീസുകൾ 6 ദീർഘദൂര സർവീസുകൾ നടത്തുവാനായിട്ട് MP-യുടെ ശ്രമഫലമായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് മറുപടി എനിക്ക് കൊടുക്കാനുള്ള മറുപടി. ഇപ്പൊ പറഞ്ഞു കർഷക ആത്മഹത്യയെ കുറിച്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ടി കേരളം ഭരിക്കുമ്പോ നിങ്ങളുടെ കൃഷി വകുപ്പ് മന്ത്രി ഇരിക്കുമ്പോ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ കർഷകൻ തകഴിയിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. കോൺഗ്രസ് പറഞ്ഞത് അതിനൊരു കർഷക ആത്മഹത്യ എന്നാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്നുള്ളതെല്ലാം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം സിവിൽ സ്കോർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷേധിച്ചത് കർഷക വായ്പ എടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റുന്ന നെല്ല് കൊടുത്ത പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിവിൽ സ്കോർ പ്രശ്നം ഉണ്ടായത്. നെല്ലിന്റെ കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് കാര്യം പറയാം. അങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റുമോ? അദ്ദേഹം കുടുംബങ്ങളെ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി ഞാനൊരു വാഹനം എടുത്തു. ഗവൺമെന്റ് കൊടുക്കേണ്ട പൈസ കൊടുക്കാത്തത് കൊണ്ട് ആ വാഹനത്തിന്റെ ഒരു EMI ഒരു തവണ മുടങ്ങിയ കള്ളമാണ് ഈ പറയുന്നത്. പച്ചക്കള്ളം അതല്ല ഞാൻ പറഞ്ഞുതരാം. കർഷകർ നെല്ല് കൊടുത്തതിന്റെ പൈസ നെല്ല് കൊടുക്കുന്നതിന്റെ പൈസ കൊടുക്കുന്നത് കുടുംബം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അദ്ദേഹം ആ വിഷയം ചർച്ച ചെയ്യാൻ എന്നോട് ചോദിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. BJP-ക്ക് 12-13 അദ്ദേഹത്തിന് ശതമാനം അറിയത്തില്ല. BJP ഇപ്പൊ ചെങ്ങന്നൂരെ കണക്ക് പറഞ്ഞാൽ 26% വോട്ടുള്ള പാർട്ടിയാണ് BJP. അദ്ദേഹം പറഞ്ഞല്ലോ. ഞാനൊന്ന് പറയട്ടെ ഭാരതത്തിലാകെ DMK-യുടെ സഹായത്തോടു കൂടി 3 സീറ്റും ആകെ 3 MP-മാരും 1.5% പാർട്ടിയാണ് നിങ്ങൾ. 1.5% വോട്ടുള്ള പാർട്ടിയാണ് നിങ്ങൾ. ആ രാജ്യം ഭരിക്കുന്ന എതിരാളികളില്ലാതെ രാജ്യം ഭരിക്കുന്ന BJP-യാണ്. നിങ്ങൾ പണ്ട് നിങ്ങള് രണ്ട് MP-മാരുണ്ടായിരുന്നപ്പോ കോൺഗ്രസുകാരനും CPM-കാരനും പറഞ്ഞു BJP-യെ കളിയാക്കി. ഇന്ന് കോൺഗ്രസുകാരനെ തപ്പി നോക്കണം. CPM-ന്റെ കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പോകണം. അതാ സ്ഥിതി. ജനസഭ തുടരുന്നു. വീണ്ടും ചോദ്യങ്ങളിലേക്ക് ചോദിക്കാം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കർഷക ആത്മഹത്യയെ പറ്റി അദ്ദേഹം ഇവിടെ വാചാലനം ഒന്ന് കണ്ടു. നമ്മുടെ ഈ തൊട്ടടുത്താണ് തകഴിയിൽ പ്രസാദ് എന്ന് പറഞ്ഞ കർഷകൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ MLA പറഞ്ഞൊരു വാചകമുണ്ട്. കേരളത്തിന് ഇനി കൃഷി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആന്ധ്രയിൽ നിന്നോ അവിടെ നിന്നെങ്കിലും അരി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കർഷകരെ ഇത്ര പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ബാധ്യത കാണിച്ചോ? MLA-യുടെ അതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കേണ്ടത്. പുള്ളി പറഞ്ഞത് കേരളത്തിൽ കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേണേ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവരാനാണ് പുള്ളി പറഞ്ഞത്. വേറൊരു കാര്യം പുള്ളി പറഞ്ഞു,
PSC എഴുതിയിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു പുള്ളി. പരസ്യമായിട്ടാണ് പറഞ്ഞത്. ഇത്രയും യുവജനങ്ങളെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ മന്ത്രിസഭയുടെ MLA അതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കെന്നാണ് അറിയേണ്ടത്, കർഷകന്റെ കാര്യത്തിലും PSCയുടെ കാര്യത്തിലും? യെസ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. കേരളത്തിൽ ഈ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് 1 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. കാരണം ഞാനത് പറഞ്ഞ ഇപ്പോൾ നെല്ലിൻ്റെ സംഭരണ വില കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 760 കോടി രൂപ കൊടുക്കാനുണ്ട്, കേന്ദ്രം നൽകാനുണ്ട്. ഈ കേരളം എങ്ങനെയാണ് ഈ വായ്പ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഇവരുടെ പാഡി ഷീറ്റ് വെച്ചുകൊണ്ട് PRS വായ്പകളായിട്ടാണ് കൊടുക്കുന്നത്. ആ PRS വായ്പയുടെ പലിശ അടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കാരണം നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഇത് കുത്തി മില്ലുകളിൽ പോയി കുത്തി റേഷൻ കടകളിലൂടെ പോയി പഞ്ചിങ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് അയച്ച് അവിടുന്ന് കേന്ദ്രത്തിൻ്റെ വിഹിതം 20 രൂപ 40 പൈസയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വിഹിതമെല്ലാം ചേർത്ത് 28 രൂപ 20 പൈസയാണ് കേരളം കൊടുക്കുന്നത്. ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം വരുമ്പോൾ ഏകദേശം 1 വർഷക്കാലമാവും. ആ 1 വർഷക്കാലമാവുമ്പോൾ ഈ രണ്ടാം കൃഷി കർഷകന് നടത്താൻ കഴിയാതെ വരും. അപ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് PRS വായ്പകളായിട്ട് കൊടുക്കാം. ആ വായ്പയുടെ പലിശ അടക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൽ നിന്ന് ആ കിട്ടാനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ വായ്പ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ PRS വായ്പകളിലൂടെ ഒരിക്കലും സിബിൽ സ്കോർ ഇവരെ ബാധിക്കുന്നില്ല, കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം നേരത്തെ എടുത്ത വായ്പയുടെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ എടുത്ത വായ്പയുടെ, ഞാനത് പറഞ്ഞോട്ടെ, നേരത്തെ എടുത്ത ഈ BJPയുടെ B ടീം ആകല്ല കോൺഗ്രസ് സ്ഥിരമായി. പിന്നെ അപ്പൊ ഞങ്ങൾ പറയുന്നത് പിന്നെ ഈ PRS വായ്പകളിലൂടെ ഞാൻ ഒറ്റ കാര്യം പറയാം. കർഷകർ ഒരു കാര്യം പറയാം. കർഷകർ ഈ കേരളത്തിലെ LDF ഗവൺമെന്റിലെ ഒന്ന് പറഞ്ഞോട്ടെ ഈ കർഷകർ കേരളത്തിലെ ഈ കർഷകർ കേരളത്തിലെ LDF ഗവൺമെന്റിന് എതിരാണോ ഈ കേന്ദ്രത്തിൽ ഈ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരായി ലക്ഷക്കണക്കിന് കർഷകർ നടത്തുന്ന സമരം നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് നടത്താത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഒരു മന്ത്രി, അതാണ് അതേ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറയുന്ന കാര്യങ്ങളുമാണ്. കേരളം, ഞാനൊരു കാര്യം മറുപടിയായില്ല, ചോദ്യത്തിന് മറുപടിയായില്ല. ഞാൻ പറയാം 2 കാര്യങ്ങൾ. ഒന്ന് കേരളത്തിലെ പച്ചക്കറിയുടെ ഉൽപാദനം 22,000 മെട്രിക് ടൺ പച്ചക്കറിയാണ് വേണ്ടത്. കേരളത്തിലെ ഒന്നാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 7,000 മെട്രിക് ടൺ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഞങ്ങൾ പറയുന്നത് കർഷകരെ അപമാനിച്ചു. കേരളത്തിൽ നെല്ലിന്റെ ഉൽപാദനവും പച്ചക്കറിയുടെ ഉൽപാദനവും എന്ന് പറഞ്ഞത് ശരിയാണോ? അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആന്ധ്രയിൽ നിന്ന് അരിയെടുക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതല്ല ഇവിടുത്തെ വിഷയം. അതല്ല ഇവിടുത്തെ വിഷയം. ചോദ്യം അതല്ല. ചോദിക്കേ. അതെ, ആന്ധ്രയിൽ നിന്ന് അരി ഇറക്കാമെന്ന് സജി ചെറിയാൻ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ ചോദ്യം ഇവിടെ കൃഷി ഇറക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കൃഷി ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു. PSC എഴുതിയിട്ട് ഒരു കാര്യം യുവജനങ്ങളെ നോക്കി PSC പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യം സമരം ചെയ്തപ്പോ മറുപടി പറയട്ടെ. 2 ചോദ്യങ്ങൾക്കും 2 മിനിറ്റ് തരും. പ്രിയ സുഹൃത്ത് പറഞ്ഞ 2 ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ബഹളം ഉണ്ടാക്കരുതെന്ന് പറയണം. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലൂടെ കേരളത്തിന്റെ നെല്ലുൽപാദനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അതിന്റെ കൃത്യമായി കണക്കുണ്ട്. ഉണ്ടെങ്കിൽ ശ്രീ ഗോപൻ അത് പറയണം. അത്രയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ പറയണം. തരിശു കിടന്ന ഭൂമികൾ VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തരിശു കിടന്ന ഭൂമികൾ ഏറ്റെടുത്തു. ഇപ്പൊ P പ്രസാദ് തുടരുകയാണ്. നെല്ലിന്റെ ഉൽപാദനത്തിലും പച്ചക്കറിയുടെ ഉൽപാദനത്തിലും ഗണ്യമായ വർധനവ്
കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവിടെയാണ് അത്? നിങ്ങൾ അദ്ദേഹത്തിന് ഉത്തരവില്ല. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ജിസ്മോൻ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. ഇവിടെ PSC എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അല്ല പറഞ്ഞേക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2022-2023 ഒരു വർഷത്തെ കണക്ക് കേരളം നടത്തിയ PSC നിയമനം എത്രയാണ്? കേരളത്തിൽ PSC നിയമനം പിൻവാതിൽ നിയമനം വഴി നിരവധി BJP-യുടെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാർ ഞാനൊരു ലിസ്റ്റ് BJP-യുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാർ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ കരാർ നിയമനങ്ങൾ കയറിയതിന്റെ ലിസ്റ്റ് 10,000 പേരുടെ ലിസ്റ്റ് തരാം. 10,000 പേരുടെ ലിസ്റ്റ് തരാം. BJP-യുടെയും സംഘപരിവാറിന്റെയും ഞാൻ തരാം ലിസ്റ്റ്. ചോദ്യങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിങ്ങൾ വസ്തുകരിക്കണം. അല്ലല്ല അങ്ങനെ പറയരുത്. BJP-യുടെയോ യുവമോർച്ചയുടെയോ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പത്രസമ്മേളനം നടത്താൻ തയ്യാറാണെങ്കിൽ ആലപ്പുഴ പ്രസ് ക്ലബിൽ നാളെ രാവിലെ 10 മണിക്ക് പത്രസമ്മേളനം നടത്താം. ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. LDF ഏറ്റെടുക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ രാവിലെ പ്രസ് ക്ലബിൽ നാളെ പത്രസമ്മേളനം ആലപ്പുഴയിൽ പത്രസമ്മേളനം. ഈ നെല്ലിന്റെ വിലയെ സംബന്ധിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 1 രൂപയും നെല്ലിന്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് കൊടുക്കാനില്ല എന്ന് കൃത്യമായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന് പറഞ്ഞു കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത് 700 കോടി കിട്ടാണ്ടത്. കുടിശ്ശിക ഉണ്ടായിരുന്നതിന്റെ കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണക്ക് കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അതിന് പരിഹാരമായി അത്രയും കാലത്തെ കണക്കുണ്ടാക്കാൻ 30 അക്കൗണ്ടന്റുമാരെ ഗവൺമെന്റ് അക്കൗണ്ടന്റുമാരെ നിയമിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ കണക്കുണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ആ പണം കൊടുത്തത്. ഇവിടെ എപ്പോ കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു? ഇപ്പൊ 28 രൂപയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില പോയി. കേരള സർക്കാരിന്റെ 9 രൂപയായിരുന്നത് 6 കുറച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 28 രൂപ ഒരു കർഷകന് നെല്ലിന്റെ വിലയായിട്ട് കിലോയ്ക്ക് കിട്ടുമ്പോൾ അതിൽ 22 രൂപയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അത് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില കൂട്ടുന്നതനുസരിക്കുമ്പോൾ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. കാരണം എന്താ അറിയോ? കേരള ഗവൺമെന്റ് കൊടുക്കുന്ന താങ്ങുവില ഓരോ വർഷവും കുറച്ചുകൊണ്ടുവരികയാണ്. ഇപ്പൊ 9 എന്നുള്ളത് കേരള ഗവൺമെന്റ് കുറച്ചു. കർഷകരെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആ താങ്ങുവിലയുടെ വർധനവ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പറയാണ് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല. ഇനിയും കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ലെന്നാണ് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ഒരു പൈസയും കൊടുക്കാനില്ല. കൊടുക്കാനുണ്ട് എങ്കിൽ അത് കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. വളരെ വ്യക്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് മോഷ്ടിക്കുകയുമില്ല, മോഷ്ടിക്കാൻ അനുവദിക്കുകയും. കേരള സർക്കാർ എന്തുകൊണ്ട് കണക്ക് കൊടുക്കുന്നില്ല? ഉച്ചക്കഞ്ചി വിതരണം മുടങ്ങാനുള്ള കാരണം എന്താ? കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കണക്ക് സബ്മിറ്റ് ചെയ്യുന്നില്ല. അത് അത്രയും നീചമായ സമീപനം. അതായത് ഒരു സാധാരണ പ്രവർത്തനങ്ങളിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടാനുള്ള ശ്രമം. സ്കൂളിലെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുടക്കാൻ ഞങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഗ്രാന്റ് കിട്ടുന്നില്ല, അപേക്ഷ പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാൻ തയ്യാറാണ്. അത് വാങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലും കേരള സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന തുല്യമാണ്. കാരണം അവർക്ക് അർഹതപ്പെട്ടത് ഇവർ തടഞ്ഞു വെക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് ആനുകൂല്യം കേരളത്തിൽ കിട്ടിയാൽ അത് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ച ചോദ്യം എന്തോ ഉത്തരം വേറെ എന്തോ. എന്തായാലും ജിസ്മോൻ ആ 2 ചോദ്യങ്ങളിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറി. അടുത്ത ചോദ്യം പ്ലീസ്. ബഹുമാനപ്പെട്ട ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സുഹൃത്തിനോടാണ് ചോദിക്കാനുള്ളത്. ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു NDA സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കിട്ടാനില്ലാതിരുന്നു.
DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബൈജു കലാശാലയെ 2 ദിവസം മുമ്പ് BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് നൂലെ കെട്ടിയിറക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് ഇവിടെ നിന്നിട്ട് ഈ BJPയുടെ പ്രതിനിധി പറയുന്നത് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള CPM-ഉം കോൺഗ്രസും ഒരേ തട്ടിലാണ് പ്രവർത്തിക്കുന്നത്. സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ചർച്ചയിൽ പോലും ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIയുടെ സംസ്ഥാന AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇവിടെ വന്ന് പങ്കെടുക്കുന്നത്. BDJSന്റെ ഒരു പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കാനില്ല നിങ്ങൾക്ക്? ഈ ചർച്ചയിൽ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളെ BDJSന്റെ രാജിവെച്ച് അദ്ദേഹം കേരള കോൺഗ്രസിൽ പോയിരുന്നു. അതൊന്നും രാഷ്ട്രീയകാലം ചർച്ച സുഹൃത്തെ, ഈ ജനൻ TV കാണുന്ന കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും മനസ്സിലാക്കണം, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. ഇവിടെ മത്സരിക്കുന്ന ആള് ജയിക്കാൻ പോലും അല്ല മത്സരിക്കുന്ന, കോൺഗ്രസിന് വോട്ട് മറിക്കാനാ. കോൺഗ്രസിന് വോട്ട് മറിക്കാനാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. BJPക്കാരുടെ വോട്ട് പോലും നിങ്ങൾ ഈ NDA സ്ഥാനാർത്ഥിക്ക് കൊടുക്കത്തില്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു, BJPയുടെ നേതാക്കന്മാരുടെ വോട്ട് പോലും NDA സ്ഥാനാർത്ഥിക്ക് മറുപടി വേണ്ടെന്ന് അതെ, നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഘടകകക്ഷിക്ക് വോട്ട് കൊടുക്കാത്ത സംവിധാനം നിങ്ങൾക്കുണ്ട്. CPIക്കാരാണ് അത് നിരന്ന് നോക്കുന്നത്, ഞങ്ങളല്ലല്ലോ. CPIക്കാർ അല്ല, ഞാൻ പറയട്ടെ, അത് വേണ്ട, ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് CPIക്കാരാണ് നിരന്ന് ഇങ്ങനെ നോക്കുന്നത്. അത് എല്ലാ കാലത്തും നമ്മൾ കണ്ടോണ്ടിരിക്കുക, തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് അത് എല്ലാ ഘടകകക്ഷി അങ്ങനെയാണെന്നൊന്ന് ധരിച്ചു കളയല്ലേ. പിന്നെ BJPയുടെ ദേശീയ ജനാധിപത്യത്തിൻ്റെ ആര് ചർച്ചയ്ക്ക് വരണമെന്നൊക്കെ ഞങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയൊക്കെ തീരുമാനിച്ചാൽ മതി, അത് വേറെ പാർട്ടിക്കാരൊന്നും തീരുമാനിക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നിന്ന് ആൾ വന്നെന്ന്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, CPM-ൽ നിന്ന് നിരന്ന് BJPയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ വരും. ഞാനൊരു 2-3 പേരെ ഞാൻ എഴുതി വെച്ചിട്ടാണ് വന്നേ. UPയിലെ മാട്ട MP ആണിപ്പോൾ അദ്ദേഹം. അതായത് ഹബീബ് പൂരിൽ CPM-ന്റെ MLA ആയിട്ട് 19 വർഷം ഇരുന്ന മഹാനാണ് ഖഗേർ മുർമു. അന്വേഷിക്കണം, അദ്ദേഹം ഇന്ന് BJPയുടെ MP ആയിട്ട് UPയിലുണ്ട്. അന്വേഷിക്കണം. CPM-ൽ 19 വർഷമായിട്ട് MLA. മഫൂജ ഖത്തൂൺ 2001-2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മത്സരിച്ച് ജയിച്ച് CPM-ന്റെ MLA ആയിരുന്ന ആള് ഇപ്പോൾ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുപോലെ ശ്രീ മൊഹബീർ അലി CPM-ന്റെ ത്രിപുരയിലെ MLA ആയിരുന്നു. അദ്ദേഹം നിലവിലെ ത്രിപുരയിലെ വഖഫ് ബോർഡിന്റെ ചെയർമാനാണ്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPM-കാരും വരും, ഈ കേരളത്തിലും വരും. ഓരോ സംശയം വേണ്ട. ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നിന്ന് കുട്ടനാട്ടിൽ ഇന്നലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ BJP വരും, കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരും. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു സഹോദര. സാധാരണക്കാരായ CPM-കാർ നിങ്ങളെ വളർത്തിയ ആ പാവങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവർ BJPയിലേക്ക് വരും. നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? അവർ വരട്ടെ BJPയിലേക്ക്. നിങ്ങളേത് പാർട്ടിയിലായിരുന്നു സഹോദര? നിങ്ങളേത് പാർട്ടിയിലായിരുന്നു? നിങ്ങളേത് പാർട്ടിക്കാരനായിരുന്നു? ചോദിച്ചാൽ ഉത്തരം പറ. നിങ്ങളേത് പാർട്ടി കേൾക്കുന്നില്ലല്ലോ. നിങ്ങളേത് പാർട്ടിയിലായിരുന്നു? നിങ്ങളേത് പാർട്ടിയായിരുന്നു? നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു. പാർട്ടി മാറിയ ആള് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. വളരെ എനിക്ക് BJPയുടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചോദിക്കുമ്പോ ഒരു വിരൽ അങ്ങോട്ട് പോകുമ്പോ 5 വിരൽ ഇങ്ങോട്ട്. എനിക്ക് BJPയുടെ
ബിജെപിയുടെ ഒരു ബിജെപിയിൽ എടുക്കത്തില്ലല്ലോ. എനിക്ക് ബിജെപിയുടെ എടുക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ട, നന്നാലും വേണ്ട. എനിക്ക് ബിജെപി എനിക്ക് ബിജെപിയുടെ ഒറ്റ കാര്യം പറഞ്ഞു മറുപടി മണ്ഡലം പ്രസിഡന്റ് തന്നെ പറഞ്ഞു നിർത്തിയ സതീഷ് ചെറുവല്ലൂർ നിങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങൾക്കും പറയാൻ അറിയാം. നിങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയാണ്. ഇവിടെ 3 മുന്നണികളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചത് അവരുടെ നിലപാടുകൾ വിശദീകരിക്കാനാണ്. അല്ലാതെ കാണികൾക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നിന്നങ്ങ് പ്രസംഗിക്കാൻ ഒരു ജനസഭയിൽ ഞാൻ അനുവദിക്കില്ല. ഞാൻ ജനസഭ എവിടെ നടത്തുന്നുണ്ടോ അവിടെ ഒരു സ്ഥലത്തും അനുവദിക്കില്ല. ചോദ്യങ്ങൾ ചോദിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രസംഗിക്കാൻ ഇവിടെയുണ്ട്, ജിസ്മോനുണ്ട്, നിങ്ങളുടെ പ്രതിനിധിയുണ്ട്, UDFന്റെ പ്രതിനിധിയുണ്ട്. അതൊരു മര്യാദയല്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത്, എൻ്റെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത്. ഏതാ എന്ത് വ്യക്തി ഹത്യ? ഏത് വ്യക്തി ഹത്യ? മൈക്കൊക്കെ തരുന്നുണ്ട്, പോയിരിക്കും. യെസ് ഓക്കെ. അടുത്ത ചോദ്യം. ഇങ്ങോട്ട് ചോദിച്ചാൽ അതിന് മറുപടി പറയും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇങ്ങോട്ട് ചോദിച്ചാൽ മറുപടി പറയും. അത് കേൾക്കാനുള്ള ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ മറുപടി ചോദ്യം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം വേണം. ഒരു മിനിറ്റ് പ്ലീസ്. ചോദിക്കൂ. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ബിജെപിയുടെ പ്രതിനിധിയോടാണ്. കാരണം കേരളത്തിന് പുറത്ത് മത്സരം നടക്കുന്നത് നമ്മൾ തമ്മിലാണ്. അപ്പൊ എനിക്ക് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോടാണ്. UPA സർക്കാർ നിങ്ങളുമായിട്ടാണ് മത്സരം നടക്കുന്നത്. അല്ല, കേരളത്തിന് പുറത്ത് BJP-യുമായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. എവിടെ? കേരളത്തിന് പുറത്ത് നിങ്ങളുമായിട്ടാണ് ഫൈറ്റ്. കേരളത്തിനകത്ത് ആരുമായിട്ടാണ്? CPM-ഓടായിട്ട് ഫൈറ്റ് നടത്തുന്നത്. ആണോ? കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് CPM-ആയിട്ടില്ല. നന്നായി. ജനങ്ങളെ എന്തിനാ വഞ്ചിക്കുന്നത്? നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ട കാര്യം ഞങ്ങൾക്കുണ്ട്. UPA സർക്കാർ ഭരിക്കുമ്പോൾ പെട്രോളിന്റെ വില വർദ്ധിച്ച സമയത്ത് കാളവണ്ടിയിൽ വരെ സമരം നടത്തിയ ആളുകളാണ് നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾ പറയുകയുണ്ടായി പെട്രോളിന്റെ വില പകുതിയാക്കുമെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? അതോ ഇനി ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഇതൊരു വാഗ്ദാനം മാത്രമാണോ? ഒന്നാമത്തെ കാര്യം, കേരളത്തിന് വെളിയിൽ BJP ആണ് ശത്രു, കേരളത്തിൽ CPM ആണ് മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ ജനങ്ങളെ എന്തിനാ സഹോദര വഞ്ചിക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള നിലപാടല്ലേ ഒരാൾക്ക്. ഇവിടുന്ന് വാളയാർ അങ്ങോട്ട് കഴിയുമ്പോൾ വേറെ നിലപാട്, കേരളത്തിൽ വരുമ്പോൾ വേറെ നിലപാട്. എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഞാൻ ചോദ്യത്തിന് മറുപടി പറയും. പെട്രോളിന്റെ വില 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളത്തിൽ ഓടുന്ന ഒരു ബസ്സിൽ കയറാൻ 10 പൈസ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ 20 പൈസയായി, 30 പൈസയായി, ഇപ്പോൾ 25 രൂപ കൊടുക്കണം ബസ്സിൽ കയറണമെങ്കിൽ. ന്യായമായ കാലാനുസൃതമായ വർധനവ് എവിടെയും ഉണ്ടാവും. ഇവിടെ അന്താരാഷ്ട്ര മാർക്കറ്റിനെ ആശ്രയിച്ച് മാത്രമാണ് പെട്രോളും ഡീസലും പ്രകൃതിവാദവും ഒക്കെ ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം ഭാരതം ഇത്രയും കാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ 16 വർഷം ഒഴിച്ച് ഭാരതം ഭരിച്ച കോൺഗ്രസ്സുകാരൻ, അതിനെല്ലാ പിന്തുണയും കൊടുത്ത CPM-കാരനും ഭാരതത്തിൽ ഇത് ഖനനം ചെയ്യാൻ, ഇത് എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാത്തത് കൊണ്ടാണ് അന്താരാഷ്ട്ര മാർക്കറ്റിനെ ആശ്രയിക്കേണ്ടി വന്നത്. ആ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടിയാൽ കൂട്ടേണ്ടി വരും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങൾക്ക് ഗുണകരമായ നടപടികളുടെ ഭാഗമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വില കുറച്ചപ്പോ കേരളത്തിൽ നികുതി കുറച്ചില്ല. ഒരു കോൺഗ്രസ്സുകാരനും CPM-എതിരെ സമരം ചെയ്തില്ല. ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും തെറ്റായ നയങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമര പോരാട്ടം നടത്തും. ഒരു സംശയം വേണ്ട. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷവും BJP-യും ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന് ആ കാലഘട്ടത്തിൽ പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നോക്കിയവരാണ് ഈ രണ്ടുപേരും. അതിനുശേഷമാണ് BJP-ക്ക് കുത്തനെയുള്ള വളർച്ച ഉണ്ടായെന്നുള്ള യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് BJP പ്രതിനിധിയോട് സംസാരിക്കുന്നത്. CPM-ഉം BJP-യും ഒരേ ദൂരപക്ഷികളായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. എനിക്ക് BJP-യുടെ പ്രതിനിധിയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ ഈ പെട്രോളിന്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ശ്രീ ഗോപകുമാർ അദ്ദേഹം വി മുരളീധരന്റെ ക്ലാസ്സിലാണ് പങ്കെടുത്തത്. വി മുരളീധരന്റെ ക്ലാസ്സിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അതാണ് ഇപ്പൊ ഈ കണക്കുകൾ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ പറയുന്നത് കേരളത്തിൽ 20 പാർലമെന്റ് മണ്ഡലമുണ്ട്. ആ 20 പാർലമെന്റ് മണ്ഡലത്തിൽ 2 റിസർവേഷൻ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒന്ന് ആലത്തൂരും അതുപോലെ തന്നെ ഒന്ന് മാവേലിക്കരയും. ഈ മാവേലിക്കരയും ആലത്തൂരും 2 തവണയും കഴിഞ്ഞ തവണയും എന്തുകൊണ്ട് BJP ഒരു സ്ഥാനാർത്ഥിയെ താമര ചിഹ്നത്തിൽ നിർത്തിയില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞാൻ നോക്കിയാണ്. 2 സീറ്റും BDJSന് കൊടുക്കുകയാണ്. ഇങ്ങനെ ദളിത് വിരുദ്ധമായ ഒരു പാർട്ടി കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ എന്നുള്ള ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ഞാൻ പറഞ്ഞു 2 സീറ്റുണ്ട്. നേരത്തെ പറഞ്ഞു 17% വോട്ടുണ്ട്, 16% വോട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. ആ 2 സീറ്റിൽ BDJS മത്സരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 4 സീറ്റിലാണ്. അതിൽ 2 സീറ്റും BDJS മത്സരിക്കണം എന്ന് പറയുകയാണ്. ഈ 17-18% വോട്ടുണ്ട് എന്ന് പറയുന്ന BJPക്ക് ഒരു ദളിതനെ ഈ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കാൻ, താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് BJPയുടെ നേതൃത്വം മറുപടി. കാലം ഇത്രയായിട്ട് ഒരു പട്ടികജാതിക്കാരനെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കാത്ത പാർട്ടിയാണ് CPM. അവരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ. ഭാരതത്തിൽ 540 ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറഞ്ഞോ. വോട്ടുണ്ടോ? CPM വോട്ട് കെട്ടി ജയിക്കുന്ന പാർട്ടിയല്ലേ CPI എന്ന് പറയാതെ. CPI വോട്ടുണ്ട്. CPI ഒറ്റയ്ക്ക് മത്സരിച്ച് വോട്ട് കിട്ടും. CPI ഒറ്റയ്ക്ക് മത്സരിച്ച് കിട്ടും. BJPക്ക് നിങ്ങൾ പറഞ്ഞല്ലോ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സൗ D രാജ ഒരു ദളിതനാണ്. അദ്ദേഹത്തിന് അറിയില്ല. ഭാരതത്തിൽ 540 MP-മാരുള്ളതിൽ ബഹുഭൂരിപക്ഷം പേര് 286 പേര് പട്ടികജാതിക്കാരുള്ള പാർട്ടിയാണ് BJP. MLA-മാര് 1000-ലധികം MLA-മാർ ഭാരതീയ ജനതാ പാർട്ടി അവസാന ചോദ്യം പ്ലീസ് ചോദിക്കാം. സ്ത്രീകൾക്ക് ചോദിക്കാനില്ലേ? ചേട്ടനൊന്നും മിണ്ടായിരിക്കും. ബാക്കിയുള്ളവരോട് ചോദിക്കട്ടെ. ചേട്ടനൊന്നും മിണ്ടായിരിക്കും. ചേട്ടൻ ആദ്യം തൊട്ടാ ചോദിക്കുകയല്ലേ, ചേട്ടൻ അടങ്ങിയിരിക്കും. എനിക്ക് 2 പ്രതിനിധികളും ചോദിക്കാനുണ്ട്. അത്ര സമയം തരണം. ഇതുവരെ സ്ത്രീകൾക്ക് സമയം തന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് സമയം കട്ട് ചെയ്യാം. ആദ്യം UDFന്റെ പ്രതിനിധിയോടെയാണ് ചോദിക്കുന്നത്. താങ്കൾ ഇവിടെ നിങ്ങൾ പെട്രോളിന്റെ വിലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോവുകയാണ്. നിക്ക് അത് ഇവിടുത്തെ മാവേലിക്കരയിലെ കാര്യം ആദ്യം പറ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കേരളം ഭാരതം മൊത്തം പോലെ ഇവിടുത്തെ ചോദിക്കുന്നതിന് ഉത്തരം പറ. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ MP എന്ന് പറയുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ എല്ലാ പഞ്ചായത്തുകളും കയറി ഇറങ്ങി വലിയ വികസനം. ഞാൻ അദ്ദേഹം MP ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ 15 വർഷം മെമ്പറാണിട്ട് ഇപ്പോഴും ഇരിക്കുന്ന ആളാണ്. എൻ്റെ പഞ്ചായത്ത് തിരുവൻമണ്ടൂരാണ്. 1 രൂപയുടെ വർക്ക് ഈ 15 വർഷക്കാലം ഈ MP ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു സമ്മാനം നിങ്ങൾ ഈ പ്രതിനിധിക്ക് ഞാൻ തരും. 1 രൂപയുടെ വർക്ക് പോലും ഈ MP നിലയിൽ ചെയ്തിട്ടില്ല. പിന്നെ CPM-ന്റെ ഇതിൻ്റെ മറുപടി പറയണം. കാരണം അത് ഈ ഇത്രയും 6.5 കോടി അംഗൻവാടി പണിഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ അംഗൻവാടി കെട്ടിടമൊക്കെ ഷെഡിനകത്തും എരുത്തിലുമാണ്. ഈ MP-മാരൊക്കെ തെക്കോട്ടും വടക്കോട്ടും പോകുമ്പം അംഗൻവാടിയിലെ പാവം കുട്ടി, ഞാൻ അംഗൻവാടി ടീച്ചറും കൂടെ, ഷെഡിനകത്തിൽ ഞാൻ പല പ്രാവശ്യം MP-യെ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ 1 രൂപയുടെ കണി ഇത്രയല്ല. പറയട്ടെ നിങ്ങൾ തന്നെ അങ്ങ് സംസാരിക്കാനല്ല, ഞങ്ങൾക്കും അവസരമുണ്ട്. അംഗൻവാടി കെട്ടിടങ്ങൾ നിങ്ങളുടെ MP-യോട് പോയി നോക്കാൻ പറയണം. എരുത്തിനകത്താണ് അംഗൻവാടി കെട്ടിടങ്ങൾ. ഇങ്ങനെ 15 വർഷം ഇരുന്നിട്ട് എന്ത് സാധിച്ചു? ഒന്നും സാധിച്ചില്ല. അപ്പോൾ ഈ വികസനം ഒന്നും പറയരുത്. അതുപോലെ തന്നെ ഒരു CPM-ന്റെ പ്രതിയോട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ഈ ലൈഫിൻ്റെ വീടെന്ന് പറഞ്ഞു. ഈ 15 വർഷക്കാലം തൊട്ട് ഈ എത്ര വീടുകൾ നിങ്ങൾ കൊടുത്തു? ഈ ലൈഫിന് 4 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വീടിൻ്റെ ഒരു തൂണിനില്ല 4 ലക്ഷം. നിങ്ങളുടെ പിന്നെ MLA-മാരൊക്കെ എന്തുവാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് വരെയാണ് 25 ലക്ഷം ചിലവാക്കിയപ്പം ഒരു വീടിന് ഒരു വെയിറ്റിംഗ് ഷെഡിന് വരെ ഇവിടെ 40 ലക്ഷം എന്ന് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ 4 ലക്ഷം രൂപ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു വീടിന് കൊടുക്കുമ്പോൾ ഇന്നും പൂർത്തിയാക്കാതെ വീടുകൾ ഞങ്ങളുടെ മുൻപിലൂടെ പിന്നെ എന്താണ് നിങ്ങൾ ഈ 4 ലക്ഷം രൂപ കൊണ്ട് ഈ വീട് കൊടുത്തു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ
നിങ്ങൾ കേന്ദ്ര സർക്കാരിന് കരം നികുതി മേടിച്ചു എന്ന് പറയുന്നു. ഇന്ന് ഒരു വീട് വെച്ചാൽ ആ വീടിന് 4000 രൂപ അടയ്ക്കേണ്ടടുത്ത് 40,000 രൂപ വന്നുകൊണ്ടിരിക്കുകയാണ്. കരം മുഴുവൻ എൻ്റെ വാർഡിലെ 45 വീടുകൾക്ക് 25-30 കൊല്ലമായ വീടുകൾക്ക് കരവിടാനായിട്ട് വീണ്ടും വന്നിരിക്കുക. ഞങ്ങൾ 25 വർഷത്തെ പഴക്കത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നാണമില്ലേ? 25-30 വർഷമായ വീടുകൾക്ക് കരം പിരിക്കാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോവാണ്? ഒന്നും കൊണ്ടുപോയില്ല. പെട്ടെന്ന് മറുപടി പഞ്ചായത്ത് മെമ്പർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. 17 കോടി രൂപ പറയട്ടെ. 17 കോടി രൂപ അനുവദിച്ചിട്ട് 17 കോടി രൂപയും ചെലവഴിച്ചത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അംഗനവാടി അടക്കമുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ ഗവൺമെന്റ്, ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, ഞാൻ മറുപടി പറയട്ടെ. ചേച്ചി അവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ പൈസ തുക ഞാൻ പറയട്ടെ. 17 കോടി രൂപയാണ് ഈ 5 വർഷക്കാലം കൊണ്ട് കിട്ടിയത്. ആ 17 കോടി രൂപയെ ചെലവഴിച്ചു കഴിഞ്ഞു. എത്ര കോടി കൊടുത്തു? അംഗനവാടികൾ, കെട്ടിടങ്ങൾ പരിപൂർണമായി കിട്ടിയ തുകയ്ക്ക് മുഴുവൻ വികസന പ്രവർത്തനം നടത്തിയ എം പി ആണ് ഇരിക്കുന്നത്. നിങ്ങൾ തുക വെട്ടിക്കുറച്ചു. കിട്ടിയില്ല എന്നാണ് പറയുന്നത്. 2 വർഷക്കാലത്ത് കോവിഡ് 2 വർഷക്കാലം 6 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ്. ഈ വെട്ടിക്കുറച്ചതിനെതിരെ ഈ പഞ്ചായത്ത് മെമ്പർക്കോ BJP-യുടെ പ്രതിനിധിക്കോ ഒന്നും പറയാനില്ല. അങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന തുകയ്ക്ക് എങ്ങനെയാണ് പിന്നെ എം പിമാർ വികസന കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 5 ലക്ഷം വീടുകൾ പണിയും എന്നുള്ളതായിരുന്നു പ്രഖ്യാപിച്ചത്. എത്ര പണിതു? 3,25,000 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. 3,25,000 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഭൂമി ഇല്ലാത്തവർക്ക് കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആണല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ഈ വീട് പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ. 4 ലക്ഷം തൂണ് പണിയാൻ പോരാ എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പറുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ വീട് പണിയാനായിട്ട് എത്ര ആയിരം രൂപ തരുന്നുണ്ട് എന്നുള്ള കണക്ക് പറയണം. രണ്ടാമത്തെ കാര്യം, ഭൂമിയില്ലാത്തവർക്ക് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞ കേരളത്തിൽ 3,25,000 വീട്. നിങ്ങൾ പറഞ്ഞല്ലോ, കണക്കാണ് പറയുന്നത്. അത് കൂടാതെ ഈ പട്ടയില്ലാത്ത പാവപ്പെട്ടവരുണ്ട്, ഭൂമിയില്ലാത്തവർ 3 ലക്ഷത്തിനടുത്ത് വന്നു പട്ടയം മേടിച്ചവർ. ഈ പറഞ്ഞോട്ടെ പെട്ടെന്ന് പറയണം, സമയമില്ല. ഇതെല്ലാം 3 ലക്ഷത്തോളം പേർക്ക് പട്ടയം നൽകി എന്ന് പറഞ്ഞാൽ കയറി കിടക്കാൻ കൂരയില്ലാത്തവന് വീട് വെക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ഥലം കൊടുത്ത ഗവൺമെന്റ് ആണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. ഇതൊന്നും BJP-യുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതൊന്നും വന്ന് ഈ പൊതുവേദിയിൽ പറയരുത്. ഇവർ കഴിഞ്ഞ ഭരണമെല്ലാം BJP കേരളം ഭരിച്ചെന്ന് തോന്നുന്നു. ഇത്രയും നാളെ ഇവരല്ലേ ഭരിച്ചത്. എന്തായിരുന്നു പട്ടയം കൊടുക്കുക? ഈ 3.5 ലക്ഷം 4 ലക്ഷം പേർക്ക് വീടില്ലാതാക്കിയത് ആരാ? ഇത്രയും കാലം ഈ കേരളം ഭരിച്ചത് പട്ടയം കൊടുക്കില്ല, വീട് വെച്ച് കൊടുക്കില്ല, കുടിവെള്ളം കൊടുക്കില്ല. ഇതെല്ലാം ഞാൻ ഗോപകുമാറിനോട് ചോദിക്കുകയാണ്, പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ എത്ര വീട് വെച്ചു കൊടുത്ത് ഓരോ സംസ്ഥാനങ്ങളും? സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും ചെങ്ങന്നൂരിലെ ജനസഭ സക്രിയമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുന്നു. ഒപ്പം 3 മുന്നണികളുടെയും പ്രതിനിധികൾക്ക് നന്ദി രേഖപ്പെടുന്നു. ജനസഭ നാളെ ആലപ്പുഴയിൽ. ശുഭരാത്രി.